Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പായസമൊക്കെ നിങ്ങളൊക്കെ പരിചയപ്പെട്ടു, നന്നായിട്ട് ഉണ്ടാക്കാനുള്ള മെത്തേഡൊക്കെ പിടുത്തം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മൾ ഇന്ന് പോകുന്നത് സദ്യയിലെ കേമനായ സാമ്പാറിന് വേണ്ടിയിട്ടാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന വിധം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇന്നത്തെ സാമ്പാറിനൊരു സ്പെഷ്യൽ ഒരു ചരിത്രം കൂടി പറയാനുണ്ട് എനിക്ക്. എങ്ങനെയാണ് സാമ്പാറിന്റെ ഉത്ഭവം? അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾ എന്ന് തന്നെ പറയേണ്ടി വരും, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറാഠ രാജാവായിരുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ശിവജി, അദ്ദേഹത്തിന്റെ മകൻ സാമ്പാജി വളരെ ഭക്ഷണപ്രിയനാണ്, നമ്മളെയൊക്കെ പോലെ തന്നെ. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം കൊട്ടാര കുശിനയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഷെഫില്ല, കൊട്ടാരത്തിൽ പാചകം ചെയ്യുന്ന ഷെഫില്ല. എങ്കിൽ എനിക്കൊന്ന് പരീക്ഷണം നടത്താം. നമ്മളൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ആൺമക്കള് അടുക്കളയിൽ കയറി ചെറിയ പരീക്ഷണമൊക്കെ നടത്തില്ലേ, അത് തന്നെ സംഭവം. അദ്ദേഹം ഒന്ന് പരീക്ഷിക്കാതെ വെച്ചു. പരിപ്പും കുറച്ച് പച്ചക്കറികളും പുളിയും എല്ലാം ചേർത്ത് ഒരു വിഭവം ഉണ്ടാക്കി. ഇന്നത്തെ അത്രയും സംഭവബഹുലമായ ഒരു മസാലക്കൂട്ടുകളൊന്നും വന്നില്ല കേട്ടോ. എങ്കിൽ കൂടിയും ഇതെല്ലാം ചേർത്ത് അദ്ദേഹം ഒരു സാമ്പാർ തയ്യാറാക്കി. ഇതിന് അദ്ദേഹത്തിന്റെ പേരോട് ഉപമിച്ചുകൊണ്ട് തന്നെ ഈ ഡിഷിന് ഒരു പേര് കൊടുത്തു, സാമ്പാർ എന്ന്. അങ്ങനെയാണ് സാമ്പാറിന്റെ ഉത്ഭവം. ഇന്നിപ്പോ 50-ൽ പരം സാമ്പാറുകൾ പല ദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാറുണ്ട്. രുചികരമായത് 2 ഇൻഗ്രീഡിയൻസ് മാത്രം, അതായത് 2 വെജിറ്റബിൾസ്, തക്കാളിയും വെണ്ടയ്ക്കയും മാത്രം ചേർത്ത് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് പച്ചക്കറികൾ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ട് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ നമ്മൾ കഴിക്കുന്ന സാമ്പാർ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ് സദ്യയിലെ രാജാവ്. ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കഥ ഞാൻ പറഞ്ഞു വെച്ചു, കാരണം കഥകൾ കേൾക്കാനാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓണത്തിന്റെ ഓട്ടപ്പാച്ചിലൊക്കെ തുടങ്ങി കാണും അല്ലേ? വസ്ത്രം എടുക്കാനും പുതുവസ്ത്രങ്ങൾ അണിയാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് 2 വർഷമായിട്ട് നമുക്ക് ഓണമൊന്നും കാര്യമായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ കൂടിയും ഇനിയും അതൊക്കെ സാധ്യമായി വരട്ടെ പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും കമന്റും ഒക്കെ തരണം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് ഒരു 150 ഗ്രാമോളം അളവിൽ എടുത്തിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല, നമുക്ക് കഴുകിയപ്പോൾ തന്നെ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ വാളൻ പുളിയൊക്കെ നന്നായി കുതിർന്ന് വരും. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് സവാളയും കിഴങ്ങും എല്ലാം ചേർന്ന് വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. പ്ലസ് ഇത് കുറച്ച് മതി കേട്ടോ, അധികം ഒന്നും വേണ്ട. ഇതിൻ്റെ ഒന്നും പകുതി മതിയാവും. വളരെ വെജിറ്റബിൾസ് കുറവായിട്ട് ഗ്രേവി കൂടുതലായിട്ടുള്ള ഒരു സാമ്പാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പരിപ്പ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കേണ്ടതുണ്ട്. പരിപ്പ് എപ്പോഴും വേവിക്കുന്ന സമയത്ത് പതച്ച് തൂവി കുക്കറിന് മേലെ കഴുക്കായി വരുന്നത് നമ്മൾ കാണാറുണ്ട്, അതിന്റെ പതയൊക്കെ വന്ന് ചേർന്നിട്ട്. അപ്പൊ അതിനൊരു പരിഹാരമുണ്ട്, ഒരു ടിപ്സാണ്. ഞാൻ പലപ്പോഴും പരിപ്പ് വേവിക്കുന്ന വീഡിയോസിൽ കാണിക്കാറുണ്ട്. ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിക്കുകയാണെങ്കിൽ പരിപ്പിൽ ഒരുപാട് പതഞ്ഞ് തൂവി പോവാനുള്ള ചാൻസ് കുറയും കുക്കറിൽ വേവിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നമുക്കിനി കുക്കർ അടച്ചു മൂടി വേവിക്കാം. അപ്പൊ നമുക്ക് സമയം കളയണ്ട. നമ്മുടെ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതൊരു 2 നാക്ക് തേങ്ങയുണ്ട്, അതായത് അരമുറിയുടെ പകുതി. 2 നാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ചിരവ നാക്ക്, അത് പഴയ ഒരു ഭാഷയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 2 നാക്ക് തേങ്ങയുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുഴുവൻ മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. നമുക്ക് മല്ലി 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ചേർക്കാം. വറ്റൽ മുളക് ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇത് വറുത്തെടുക്കാം. എന്നിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. മുഴുവൻ മല്ലിയും വറ്റൽ മുളകും മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയും മല്ലിയും മുളകും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ അത്യാവശ്യം കട്ട് ചെയ്തെടുത്തു. എല്ലാം കുറച്ചാണ് എടുത്താൽ, എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല പച്ചക്കറി ഉണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതിയാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറി കുറച്ചിട്ട് വേണമെങ്കിൽ ആക്കാം. കട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഈ ചേർക്കുന്നത്.
ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വഴുതനയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല. കാരണം അതൊക്കെ ഈ പച്ചക്കറി കുറച്ച് വെന്ത ശേഷം മാത്രമാണ് വഴുതനയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും ചേർത്തിട്ടില്ല. ചേന ചില സമയത്ത് ഉപ്പ് ചേർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും ചില വെജിറ്റബിൾസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അല്ല, പകുതി വെന്ത ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയെല്ലാം വെന്ത് കിട്ടട്ടെ. നമ്മൾക്കൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. പെരുങ്കായം ഞാൻ ചേർത്തിരിക്കുന്നത് പൊടിയാണ്. കുറച്ച് കായപ്പൊടി കുറച്ച് മതിയേ, കാരണം ഇത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമുക്കിതപ്പോൾ അരച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അത് വളരെ കുറഞ്ഞ അളവിൽ കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വഴുതന ഇട്ട് കൊടുക്കണം. വഴുതന നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉടഞ്ഞു പോകും. അപ്പോൾ പകുതി വേവായ സ്ഥിതിക്ക് ചേനയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വഴുതന, ഒരു വഴുതനയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇട്ട് കൊടുക്കാം. ഈ വഴുതന പ്രത്യേകിച്ച് ഇത്തിരി വേവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേവിൻ്റെ ഒരു ടൈം നോക്കി തന്നെയാണ് ഓരോ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റല്ലേ ചേർക്കുന്നത്, കാരണം അതിനൊന്നും ഒട്ടും വേവില്ല, താളിച്ച് ചേർക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വഴുതനങ്ങയ്ക്കും ഒരു സമയമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ചേർക്കാം. ഇനിയിപ്പോൾ പരിപ്പൊക്കെ ചേർക്കാനുള്ള, തേങ്ങയും ഒക്കെ ചേർക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെജിറ്റബിൾസ് നല്ലപോലെ ഉടച്ച് കളയരുത് കേട്ടോ. നമ്മൾ അവിയലുണ്ടാക്കുമ്പോൾ നല്ലപോലെ ഉടച്ചെടുക്കും. പക്ഷേ ഇതിനങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ നമ്മുടെ വെജിറ്റബിൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല പോലെ വെന്ത് കലങ്ങിയിട്ടുണ്ട് കണ്ടോ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് നുര വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇതാ നമ്മുടെ അരപ്പ്, തേങ്ങ അരപ്പ് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പാച്ചുല വെച്ച് ഇങ്ങനെ തുടച്ചിട്ട് കൊടുക്കാം. പിന്നെ ചെറു ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മിക്സ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി അധികം വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം, ഒന്ന് തിളച്ച് കിട്ടട്ടെ. ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പ് എപ്പോഴും കൈയളവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ കൈയളവിൽ എടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. സാമ്പാർ പൊടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അത് തിളച്ച് വന്നോളും. അപ്പോൾ അതിൻ്റെ കട്ട കെട്ടിക്കോളും. ഇനി നമുക്ക് താളിച്ചെടുക്കേണ്ടതുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ കൂടെ താളിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് തിളച്ച ശേഷം മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും താളിച്ചെടുക്കാം.
നമ്മുടെ സാമ്പാറിൽ നല്ല തിള വരുന്നുണ്ട്. ഈ സമയത്താണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസിൻ്റെ എല്ലാ വേവും നിന്ന് പോകും. അപ്പം എന്തെങ്കിലും കുറച്ച് വേവ് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ പരിപ്പിൽ ചേർന്ന് നമ്മുടെ അരപ്പിൽ ചേർന്ന് വെന്ത് വന്ന് പാകമാകുന്ന സമയത്ത് മാത്രമാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുളിയെല്ലാം വെള്ളത്തിലിട്ട് നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കുരു മട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയേക്കണേ, ഒഴിച്ചു കൊടുക്കരുതേ. ഇതൊന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. തേങ്ങ വറുക്കാനെടുത്ത പാത്രം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെണ്ടയ്ക്ക ഇതിലൊന്നും മൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു 4 വറ്റൽമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ പിന്നാലെ തന്നെ വെണ്ടയ്ക്ക നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കിളുന്തായിരിക്കണം വെണ്ടയ്ക്ക എപ്പോഴും. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു തക്കാളി അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് 3 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം നമുക്ക് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് പച്ചമണം ഒക്കെ മാറി, പച്ച ടേസ്റ്റൊക്കെ മാറി വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അടുപ്പൊന്ന് ഓഫ് ചെയ്തേക്കണേ. ഇല്ലെങ്കിൽ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. 1/4 ടീസ്പൂണിന് കുറവ് കേട്ടോ അളവിൽ നമുക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർക്കണം. സാമ്പാർ പൊടി 1 ടീസ്പൂൺ നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഒന്ന് അടുപ്പ് ചെറുതായി ഒന്ന് കത്തിച്ചു കൊടുക്കാം. സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം എന്താ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം എണ്ണ തെളിഞ്ഞേക്കുന്നുണ്ടോ? മസാലയെല്ലാം നമ്മുടെ തക്കാളിയിലും വെണ്ടക്കയിലും കിടന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഒന്നും കളയരുത് കേട്ടോ. നമുക്ക് കുറച്ച് സാമ്പാറിൻ്റെ ഈ ഒരു തെളിഞ്ഞ വെള്ളം ഉണ്ടല്ലോ പരിപ്പിൻ്റെ, അതൊന്ന് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം ആ മസാലയും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതന്നെ ഒന്ന് ചെയ്യണേ. പഴയ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ. ഒട്ടും മസാലയൊന്നും കളയില്ല. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ ഒന്ന് കൂട്ടി നോക്കാം. ഉപ്പും പുളിയും ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. നല്ല ഗ്രേവിയിൽ നമുക്ക് നമ്മുടെ സാമ്പാർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ്. വെജിറ്റബിൾസൊക്കെ നല്ല പോലെ വെന്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ കോരി കുടിക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പം ഞാനിതൊന്ന് രുചിക്കട്ടെ. നല്ല ചൂടുണ്ട്. അസല് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ കയ്യിലെടുക്കാത്തത്. അപ്പോൾ നമ്മളിന്ന് സാമ്പാറിന്റെ കഥ കേട്ടു. എങ്ങനെയാണ് സാമ്പാറിന്റെ ഉത്ഭവം എന്ന് മനസ്സിലായി, ഉണ്ടാക്കുന്ന രീതിയും പഠിച്ചു നമ്മുടേതായ ഒരു മെത്തേഡിൽ. ഏതായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഓരോ റെസിപ്പീസും പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ തരുന്ന ഒരു എൻകറേജ്മെന്റ് എന്ന് തന്നെ പറയാം അതിനെ. സന്തോഷം, കമന്റിലൂടെ തരുന്ന ഒരു സന്തോഷം, സ്നേഹം ഒക്കെ വളരെയധികം എനിക്ക് പ്രചോദനം തരുന്നുണ്ട്. മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ വഴിവെട്ടി തെളിച്ചു തരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ കമന്റിലൂടെ എനിക്ക് നൽകുന്ന പ്രചോദനം അതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കീപ് സപ്പോർട്ടിങ് മീ.
നമ്മുടെ മാജിക് റെസിപ്പീസിന്റെ എല്ലാവിധ ഓണാശംസകളും ഉത്രാട ആശംസകളും ഒക്കെ നേരത്തെ തന്നെ ആശംസിക്കുകയാണ്. കാരണം ഇനി ചിലപ്പോൾ ഞാൻ തിരുവോണത്തിന്റെ അതേ വരുള്ളൂ. കാരണം എന്റെ മാജിക് റെസിപ്പി എന്ന് പറഞ്ഞ ഈ ചാനലില് ഓണത്തിന്റെ വിഭവങ്ങൾ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, വളരെയധികമായിട്ട് തന്നെ ഉണ്ട്. അപ്പം വീണ്ടും അത് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക് കൊടുക്കാം. ഓണത്തിന് നമ്മൾ വെക്കുന്ന സദ്യ വിഭവങ്ങളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത നമ്മുടെ കറികളെല്ലാം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. പായസമാണ് കൂടാതെ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്ന മറ്റൊരു വിഭവം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 3 പായസം പരിചയപ്പെടുത്തിയല്ലോ. അപ്പൊ പിന്നെ വീണ്ടും ആവർത്തിച്ച് ഈ കറികളൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവട്ടെ. ഈ ആഘോഷവേളയിൽ നമുക്ക് പൂ പൊട്ടിക്കാനും ഓണക്കള ഇടാനും കൂട്ടുകൂടാനും സ്നേഹ സംഭാഷണങ്ങൾ നടത്താനുമുള്ള എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഖ്യം എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങളുടെ സ്വന്തം ഷാഹിദ. താങ്ക് യു വെരി മച്ച്.